ഇനി നിങ്ങൾ നോക്കുക, അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന് രാജ്യം ഭരിച്ചു. സിദ്ദീഖ് തങ്ങളും മരിച്ചു. അതിനുശേഷം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന് രാജ്യഭരണം ഏറ്റെടുത്തു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കവേ വലിയ ഒരു സംഭവം ഉണ്ടായി. ആരാണ് ഈ സംഭവം പറയുന്നത്? ലോകത്താദ്യമായി ഇസ്തിഗാസ പാടില്ലെന്നും മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്നും ബഹുദൈവത്വമാണെന്നും ലോകത്താദ്യമായി വിളിച്ചു പറഞ്ഞ ഇബ്നു തൈമിയ്യ, ആ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥത്തിന്റെ 7ാമത്തെ വാള്യം 111ാമത്തെ പേജിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, അഫാബന്നാസ കഹത്തും ബി സമനി ഉമറ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വമ്പിച്ച വരൾച്ച പിടിപെട്ടു, വലിയ ക്ഷാമം പിടിപെട്ടു. അങ്ങനെ ക്ഷാമം പിടിപെട്ടപ്പോൾ ഫജാഅ റജുലുൻ ഇലാ ഖബറിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമായ വ്യക്തി ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കലേക്ക് വന്നു. അങ്ങനെ ഖബറിങ്കിൽ വന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഫഖാല യാ റസൂലല്ലാഹ് ഇസ്തസ്ഖിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ സമുദായം മഴയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മഴയില്ലാതെ ബേജാറിലാണ്, ജനങ്ങളൊക്കെ വളരെയധികം പ്രയാസത്തിലാണ്, കൃഷി നശിച്ചു തുടങ്ങിയിരിക്കുന്നു, അതുപോലെ കന്നുകാലികളൊക്കെ ചാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയുടെ സമുദായത്തിന് വെള്ളം തരണം, അങ്ങയുടെ സമുദായത്തിന് മഴ വേണം എന്ന് ഈ ഖബറിങ്കിൽ വന്നുകൊണ്ട് മരിച്ചുപോയ റസൂലുള്ളയോട് ഈ വ്യക്തി ആവശ്യപ്പെടുന്നു. സഹോദരന്മാരെ, ആ ഇസ്തിഗാസ അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി ഇസ്തിഗാസ നടത്തി. ആ മനുഷ്യൻ അവിടെ ഒരല്പസമയം കിടന്നുറങ്ങി. ഉറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിലൂടെ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. എന്തായിരുന്നു നിർദ്ദേശം? നിങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കണം, എന്നിട്ട് മഴ ലഭിക്കുമെന്ന സന്തോഷ വിവരം ഉമറിനോട് പറയണം, എന്റെ സലാം പറയണം, അസ്സലാമു അലൈക്കും എന്ന് സലാം പറയണം, ഭരണത്തിൽ ചില പരിഷ്കരണങ്ങളൊക്കെ വരുത്താൻ വേണ്ടി ഉമറിനോട് പറയണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഖബറിൽ നിന്ന് സ്വപ്നം വഴി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വ്യക്തിക്ക് കൊടുക്കുകയും അങ്ങനെ അദ്ദേഹം ഉറക്കിൽ നിന്ന് ഉണർന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നു. ഉമർ തങ്ങളെ സമീപിച്ചുകൊണ്ട് പറയുന്നു, നമ്മൾ മഴയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ, മഴയില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഞാൻ റസൂലുള്ളാഹിയുടെ ഖബറിങ്കൽ ചെന്നിട്ട് അള്ളാന്റെ റസൂലിനോട് മഴ ചോദിച്ചിട്ടുണ്ട് എന്ന വിവരം ഇദ്ദേഹം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുമ്പോ ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ പറയുന്നത് എന്താ, മോനെ, മരിച്ചുപോയ മുഹമ്മദ് നബിയോട് ചോദിക്കൽ ശിർക്കല്ലേ, ജീവിച്ചിരിക്കുന്ന അള്ളഹാനോട് ചോദിച്ചാൽ പോരെ മഴ കിട്ടുക എന്ന് പറയുന്നത്, തരിക എന്ന് പറയുന്നത് മനുഷ്യ കഴിവിൽപ്പെട്ടതാണോ? മനുഷ്യ കഴിവിൽപ്പെടാത്തത് അല്ലല്ലാത്തവരോട് ചോദിച്ചാൽ അത് ശിർക്കാകുമെന്ന് മുജാഹിദിന്റെ നേതാവ് കുഞ്ഞീദ് മദനി പറഞ്ഞത് കേട്ടിട്ടില്ലേ, അറിഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ വീണ്ടും റസൂലുള്ളാഹിന്റെ ഖബറിൽ തന്നെ പോയത് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖബറിൽ നിന്ന് റസൂൽ കൊടുത്തയച്ച സലാം മടക്കിയിട്ട് ഭരണത്തിൽ പരിഷ്കരണങ്ങൾ വരുത്തി, മാറ്റങ്ങൾ വരുത്തി, അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചതുപോലെ പ്രവർത്തിച്ചു. അങ്ങനെ മദീനയിലുള്ള മുസ്ലിമീങ്ങൾക്ക് മഴ ലഭിച്ചു. ആരാ പറയുന്നത്? ഇബ്നു കസീർ അൽ ബിദായത്തു വൻ നിഹായ എന്ന ഈ ഗ്രന്ഥത്തിന്റെ 7ാമത്തെ വാള്യം 111ാമത്തെ പേജിൽ ഇബ്നു കസീർ ഇത് വിവരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നു, വഹാദാ ഇസ്നാദുൻ സഹീഹുൻ, ഈ സംഭവം സ്വഹീഹായ പരമ്പരയോടുകൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവമാണ്, ഈ പരമ്പര സ്വഹീഹാണ് എന്ന് ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. അപ്പോ മരണപ്പെടുന്നതിന്റെ മുമ്പും മരണപ്പെട്ടതിന്റെ ശേഷവും മനുഷ്യ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ സ്വഹാബത്ത് റസൂലുള്ളാഹിയോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചവരൊക്കെ മുശ്രിക്കായി പോകും എന്നാണ് കുഞ്ഞീദ് മദനി എഴുതി കേരള നദവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച
അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന ഈ പുസ്തകത്തിന്റെ 102-ാമത്തെ പേജിൽ പറയുന്നത്. അപ്പോ മുജാഹിദിന്റെ ഭാഷയിൽ റസൂല് മുശ്രിക്കായി, റബിയത്ത് മുശ്രിക്കായി, ഉമറുൽ ഫാറൂഖ് മുശ്രിക്കായി, സ്വഹാബത്ത് മൊത്തവും മുശ്രിക്കായി. ഇങ്ങനെ വൃത്തികെട്ട സംസ്കാരശൂന്യമായ വാദമാണ് ഇസ്തിഗാസയുടെ പേരിൽ കേരളത്തിലെ മുജാഹിദുകൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഒക്കെ പിന്തുണയുണ്ടെന്ന് മുജാഹിദുകൾ പറയുമ്പോഴാണ് നമുക്ക് ഓക്കാനം വരുന്നത്. സ്വന്തം വാദമായി ഇത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് അവഗണിക്കാമായിരുന്നു. പക്ഷേ വൃത്തികേടുകൾ പറയുകയും ആ വൃത്തികേടുകൾക്ക് ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിന്തുണയുണ്ടെന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ ഓക്കാനിക്കാതിരിക്കാൻ വയ്യ. ഇപ്പോൾ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം, പരിശുദ്ധ ഇസ്ലാം ലോകത്തേക്ക് അവതരിപ്പിക്കപ്പെടണമെങ്കിൽ, ഇസ്ലാമിന്റെ ഖുർആൻ ലോകത്ത് അവതരിപ്പിക്കപ്പെടണമെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാമാണ് അത് കൊണ്ടുവരുന്നത്. ആ ജിബ്രീലിനെ കാണാനും കേൾക്കാനുമുള്ള കാഴ്ചയും കേൾവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരിക്കണം. എന്നാൽ ഇത് രണ്ടും റസൂലുള്ളാഹിക്ക് ഇല്ലായിരുന്നു എന്നാണ് കേരളത്തിലെ മുജാഹിദുകളും കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഇസ്ലാമാകുന്ന മതം, ഖുർആനാകുന്ന ഗ്രന്ഥം, ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് ലോകത്തിന്ന് വരെ വന്നിട്ടില്ല എന്നാണ്. രണ്ടാമതായി കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണത്? തവസ്സുലും ഇസ്തിഗാസയും ഉൾപ്പെടെയുള്ള മഹാന്മാരെ വസീലയാക്കുക, അവരോട് ഇസ്തിഗാസ നടത്തുക, ഇത് ശിർക്കാണ്. ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിലും ശിർക്കാണ്, മരണപ്പെട്ടതിന്റെ ശേഷമാണെങ്കിലും ശിർക്കാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് ഇത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്. അത് ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരൊക്കെയും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ തവസ്സുൽ ശിർക്കാണ് എന്ന വാദം ഖുർആനിന് വിരുദ്ധമാണ്, ഇസ്തിഗാസ ശിർക്കാണ് എന്ന വാദം ഖുർആനിന് വിരുദ്ധമാണ്. ഖുർആനിന് വിരുദ്ധമായ ആശയങ്ങൾ പറയുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും. ഇതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. സഹോദരന്മാർ,